നമസ്കാരം. മലയാളികളുടെ പ്രാർത്ഥന ഫലിച്ചു. ഉത്രാട നാളിൽ കേൾക്കുന്നത് പ്രതീക്ഷയുടെ വാർത്ത. നടനും അവതാരകനുമായ രാജേഷ് കേശവിന്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതി. രാജേഷ് കേശവിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. രക്തസമ്മർദ്ദം സാധാരണ നിലയിലാവുകയും ചെയ്തു. കുറച്ചു ദിവസം കൂടി അദ്ദേഹം ഐസിയുവിൽ തുടരും. അതിനുശേഷം വാർഡിലേക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശുഭവാർത്തയാണ് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ലഭിക്കുന്നത്. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിലാണ് രാജേഷ് കേശവ് ചികിത്സയിലുള്ളത്. രാജേഷ് കേശവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതായും ലേക്ക് ഷോർ ആശുപത്രി അധികൃതർ അറിയിച്ചു. രാജേഷ് കേശവിന്റെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണ്, എന്നാൽ ഐസിയുവിൽ തുടരുകയാണെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. രാജേഷ് കേശവിന് വിദഗ്ധർ അടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘം ചികിത്സ നൽകുന്നുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. ഇന്ന് വൈകുന്നേരമാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിനുമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തിയത്. രക്തസമ്മർദ്ദം സാധാരണഗതിയിലായതിനൊപ്പം ഹൃദയത്തിന്റെ സ്ഥിതിയും മെച്ചപ്പെട്ടു. സ്വന്തമായി ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വെന്റിലേറ്റർ പൂർണ്ണമായും ഒഴിവാക്കുന്നത്. പ്രതീക്ഷാവഹമായ ലക്ഷണങ്ങളാണിവ. ക്രിട്ടിക്കൽ കെയർ, കാർഡിയോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി, ഒഫ്താൽമോളജി തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധ സംഘം രാജേഷ് കേശവിന്റെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചു വരികയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലെ പരിപാടിക്കിടയിലാണ് 47-കാരനായ രാജേഷ് കേശവ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് അടിയന്തര ആൻജിയോപ്ലാസ്റ്റി നടത്തി. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം രാജേഷിന് തലച്ചോറിനെ ബാധിച്ചു. എന്നാൽ ചികിത്സയിലൂടെ രാജേഷ് കേശവ് ആരോഗ്യാവസ്ഥകളെല്ലാം അതിജീവിക്കുകയായിരുന്നു. പ്രേക്ഷകർക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന അവതാരകനാണ് രാജേഷ് കേശവ് എന്ന RK. സ്നേഹത്തോടെ രാജേഷ് കേശവിനെ പ്രേക്ഷകരും പ്രിയപ്പെട്ടവരും വിളിക്കുന്നതാണ് RK എന്ന്. വെസ്റ്റേൺ ഡാൻസിൽ ഏറെ താല്പര്യമുണ്ടായിരുന്ന രാജേഷ് ഏഷ്യാനെറ്റിലേക്ക് എത്തിയതോടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി നോക്കിയിരുന്നു രാജേഷ്. പോക്കറ്റ് മണിക്ക് വേണ്ടി ഷോകൾ ചെയ്യുമായിരുന്നു. പിന്നീട് വലിയ ശമ്പളം ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് രാജേഷ് ഫുൾ ടൈം ആങ്കറായി പ്രവർത്തിച്ചു. ബച്ചൻ, ഷാറൂഖ് ഖാൻ, മോഹൻലാൽ, മമ്മൂട്ടി, നയൻതാര അങ്ങനെ പലരെയും അഭിമുഖം ചെയ്തു. വേദികൾ ഏതായാലും അലറിവിളികളോ അതിഭാവുത്വങ്ങളോ ഇല്ലാത്ത ആ സാന്നിധ്യത്തിനും കൈയൊതുക്കത്തിനും മിതത്വത്തിനും പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് രാജേഷ്. ടെലിവിഷൻ പരിപാടികളിലൂടെ അവതാരകനായി കരിയർ ആരംഭിച്ച രാജേഷ് മലയാളത്തിലെ പ്രമുഖ TV അവതാരകരിൽ ഒരാളാണ്. നിരവധി ജനപ്രിയ റിയാലിറ്റി ഷോകളും ടോക്ക് ഷോകളിലും അദ്ദേഹം അവതാരകനായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, ട്രിവാൻഡ്രം ലോഡ്ജ്, ഹോട്ടൽ കാലിഫോർണിയ, നീന, തട്ടുംപുറത്ത് അച്യുതൻ എന്നിവയുൾപ്പെടെ നിരവധി ചിത്രങ്ങളിലും രാജേഷ് അഭിനയിച്ചിട്ടുണ്ട്.